27 വയസ്സായിട്ടും എന്തുകൊണ്ട് ഞാൻ ലൈസൻസ് ഇതുവരെ എടുത്തില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ജയിൽ ജീവിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കുന്നവർ കാണുമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ചത്ത് കഴിഞ്ഞു. എൻ്റെ പൊന്നു സാറേ, എനിക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് വേണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ. ഇൻഡിക്കേറ്റർ വെച്ചിരിക്കുന്നേ. അപ്പോൾ സാറ് വഴക്ക് പറഞ്ഞു തുടങ്ങി ഗൈസ്. ഹലോ ഗൈസ്, ബേക്കിൽ ടാങ്ക്. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഓക്കെ, ഇതെൻ്റെ ഒരു വലിയൊരു വീഡിയോയുടെ ഇൻട്രോ ആണ് ഞാൻ പറയാൻ പോകുന്നത്, വേറൊന്നുമല്ല. ആൻഡ് ഇന്ന് എനിക്ക് ലേണേഴ്സിൻ്റെ ടെസ്റ്റായിരുന്നു. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ല, ഡ്രൈവേഴ്സ് ലൈസൻസ്. അപ്പോൾ ഡ്രൈവേഴ്സ് ലൈസൻസ് ഗൈസ്, അതെനിക്ക് വഴങ്ങുന്നില്ല ഗൈസ്. നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് മതി. ഓക്കെ, നമുക്കിന്ന് എനിക്കിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ലേണേഴ്സ് ആയിരുന്നു. 27 വയസ്സായിട്ടും എന്തുകൊണ്ട് ഞാൻ ലൈസൻസ് ഇതുവരെ എടുത്തില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഐ നോ ദാറ്റ്. 18 വയസ്സ് ആയി, പിന്നെ പഠിത്തം, അതിൻ്റെ ഇടയിൽ കുറച്ച് ജയിൽ ജീവിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, നിങ്ങൾ വിചാരിക്കും ജയിൽ ജീവിതം. ഓക്കെ, 18 വയസ്സായി, എനിക്ക് തോന്നുന്നു ഇപ്പോൾ എത്ര 9 വർഷം. 9 വർഷമോ? ഗൈസ് മൂഡ് പോയി. ഗൈസ്, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, നമുക്കതൊന്നും വിഷയമല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എന്ത് ചെയ്യായിരുന്നു ഞാൻ ഈ 9 വർഷം? എന്തുകൊണ്ട് ലൈസൻസ് എടുത്തില്ല? പഠിത്തം കഴിഞ്ഞു, ജോലിക്ക് കയറി, കല്യാണം കഴിച്ചു, പിന്നെ കല്യാണം കഴിഞ്ഞുള്ള പിന്നെ ഡിവോഴ്സായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ 9 വർഷത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചില്ലേ? അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടി മാറ്റിവെക്കാൻ ഒരു മാസം കിട്ടിയില്ല ഗൈസ്. ഫുള്ള് ബിസി അല്ലായിരുന്നോ? അപ്പോൾ എടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അതിന് മെനക്കെട്ടില്ല എന്ന് തന്നെയാണ്. അതിൻ്റെ ഓരോ തവണ ഞാൻ ഇത് എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോഴും ഓരോരോ തടസ്സങ്ങളായിരുന്നു. അങ്ങനെ ഞാനും അങ്ങ് മടിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യം ഇപ്പം ഞാൻ മെയിനായിട്ട് ഞാൻ എടുക്കാൻ നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഗൈസ്, ഒരു ലോ ഒക്കെ പഠിക്കാൻ പോകുമ്പം അറ്റ്ലീസ്റ്റ് മിനിമം നമ്മളൊരു നിയമങ്ങളൊക്കെ പാലിക്കണ്ടേ? അല്ലെങ്കിൽ അത് മോശമല്ലേ? അതുകൊണ്ട് ഞാൻ ലൈസൻസ് എടുക്കാമെന്ന് വിചാരിച്ചു. ലൈസൻസ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിപ്പോൾ കോളേജിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫ്രീ ആവുമെന്ന് ഞാൻ തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്രീ ആയിട്ടുള്ളൊരു ടൈം ആയതുകൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. എന്നാലും ഞാൻ വണ്ടിയൊക്കെ ഓടിക്കുമായിരുന്നു ഗൈസ്. നിങ്ങളാരും ചെന്ന് MVDയിൽ കംപ്ലൈൻ്റ് ഒന്നും ചെയ്യരുത്. പുതിയൊരു കണ്ണാപ്പി വന്നിട്ടുണ്ട്, റൈഡർ കണ്ണാപ്പി വന്നിട്ടുണ്ട്, സാർ പോയി പിടിക്കണമെന്നും പറഞ്ഞ് നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഒറ്റയൊന്നും കൊടുക്കരുത് ഗൈസ്. ഞാനൊരു പാവമാണ്. ഇന്ന് തന്നെ ഞാൻ ആ RTO ഓഫീസിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഗൈസ്. ലേണേഴ്സ് എടുക്കാൻ വേണ്ടി വണ്ടി ഓടിച്ചു പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടല്ലോ, എനിക്കിതിൻ്റെ സീരിയസ്നെസ്സും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ അറിയാം. ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചുവിടാ എന്നറിയാം. എന്നാലും ഞാൻ സൈഡിൽ കൂടെ ഉരുട്ടിയൊക്കെ പോകായിരുന്നു. ഇപ്പം ഈ ഇട തൊട്ടിട്ടാണ് ഞാൻ അത്യാവശ്യമൊക്കെ പുറത്ത് പോകാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ വല്ലപ്പോഴോ വൺസ് ഇൻ എ വൈലൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ട സാഹചര്യം എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പം ഞാനിതേപോലെ കയറി ലേണേഴ്സ് ടെസ്റ്റിന് കയറി. അപ്പം ലേണേഴ്സിന് കയറി ഇരുന്ന് ലേണേഴ്സ് ടെസ്റ്റ് ഗൈസ്, അതും ലേണേഴ്സ് ടെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഡ്രൈവിംഗ് സാറ്, എൻ്റെ ഇത്തായും എൻ്റെ കാലിയും പഠിച്ച സാറ് തന്നെയാണ് എന്നെയും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് അറിയാം, പുള്ളിക്ക് പേഴ്സണലി നമ്മളെല്ലാവരെയും അറിയാം. പക്ഷെ എന്നെ പുള്ളി ഇപ്പോഴാണ് പരിചയപ്പെടുന്നത്. അപ്പം സാറിങ്ങനെ നല്ലോണം പഠിച്ചിട്ടൊക്കെ പോണേ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ 20ൽ 20 മാർക്ക് ഞാൻ മേടിച്ചിരിക്കും, സാർ നോക്കിക്കോ, ഞാൻ 1 മാർക്ക് പോലും കളയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ ചിരിച്ച് കളിയാക്കിക്കൊണ്ടങ്ങ് പോയി. അപ്പോഴും ഞാൻ അറിയുന്നില്ല ഗൈസ്, ഞാൻ എന്തിനാണ് സാറിനെ കളിയാക്കിയത് എനിക്ക് മനസ്സിലായില്ല. ഇന്ന് അപ്പോൾ 3 വട്ടം ഞാൻ ഇതേപോലെ RTO ഓഫീസിൻ്റെ അവിടുത്തെ അറിയാമല്ലോ സിസ്റ്റത്തിൻ്റെയൊക്കെ ഓരോ അവസ്ഥകൾ വളരെയധികം ദാരുണമായിരുന്നു ഗൈസ്. ഞാനൊരു സിസ്റ്റത്തിലിരുന്നു, ഓൾമോസ്റ്റ് അവിടെ ഇരുന്ന എല്ലാ സിസ്റ്റത്തിലും എനിക്ക് തോന്നുന്നു ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുമെന്ന് തോന്നുന്നു. ഞാൻ ഒന്നിലേക്ക് കയറിയപ്പം ഇടയ്ക്ക് വെച്ച് എക്സാം എഴുതി. എനിക്കൊരു 11 മാർക്ക് ആയപ്പോഴത്തേക്കും സിസ്റ്റം ഹാങ് ആയിപ്പോയി. പിന്നെ എന്നെ അവിടെ നിന്ന് പിന്നെയും പറഞ്ഞു വിട്ട് ഞാൻ അടുത്ത ലോഗിൻ ID ഒക്കെ തന്ന് അടുത്ത സിസ്റ്റത്തിലിരുന്നു. അതിലും പറ്റിയില്ല.
പിന്നെ ഞാൻ എന്തോ ഐഡിയ ഒക്കെ മാറ്റി അടിച്ച് ഫുൾ കൺഫ്യൂഷനായി. ലാസ്റ്റ് 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ എഴുതുന്നത്. ടെസ്റ്റ് എഴുതി. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ ശരിയാക്കി പോവുകയാണ്. 4ാമത്തെ പ്രാവശ്യം കയറി ഇരുന്ന് ഞാൻ ഇങ്ങനെ ഏതോ ഒന്ന് തെറ്റി, ഓക്കെ ഒന്ന് പോട്ടെ 19 മാർക്കെങ്കിലും ഞാൻ മേടിച്ചിരിക്കും എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ കുത്തി കൺഫേം അടിച്ച് ശരിയുത്തരം കുത്തി നോക്കിയപ്പോഴത്തേക്കും 12 മാർക്ക് ആയപ്പോഴത്തേക്കും അവർ പാസ് എന്ന് പറഞ്ഞുള്ള സ്ക്രീൻ കാണിച്ച്. അപ്പം ഞാൻ അടുത്ത് നിന്ന് അവരടുത്ത് പറഞ്ഞ് എൻ്റേത് ഇതായി, ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഗൈസ് ലേണേഴ്സിന് 12 മാർക്ക് ആകുമ്പോഴത്തേക്കും പറഞ്ഞു വിടും എന്നുള്ളത്. അവർ പറഞ്ഞ് എണീച്ച് പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് സാർ എന്തിന് എന്നെ കളിയാക്കി ചിരിച്ചു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഇത് തന്നെയാണ് ഇത് തന്നെയാണ് എൻ്റെ പ്രശ്നം. ഇതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ അങ്ങനെ ലേണേഴ്സ് എക്സാം കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മളെ ക്ലാസ് ഉണ്ടല്ലോ, ബോധവൽക്കരണ ക്ലാസ് എടുത്ത സാറിനെ നിങ്ങൾ കണ്ടല്ലോ, നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, നല്ല ക്ലാസ്സായിരുന്നു. അപ്പം പുള്ളി അങ്ങനെ ക്ലാസ് എടുത്ത് നല്ല രീതിയിലാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും ഇടയ്ക്കിടയ്ക്ക്. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ആകെ അതിൽ എനിക്ക് ആൻസർ പറയാൻ പറ്റിയ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് സാറിങ്ങനെ ഓപ്ഷൻസ് പറയായിരുന്നു. പണ്ട് ഇങ്ങനെ പുകയുള്ള ഭക്ഷണം ആൾക്കാർ കഴിക്കൂലായിരുന്നു. ഇപ്പം ആൾക്കാർക്ക് സ്മോക്കി ഫ്ലേവറുള്ള ഫുഡാണ് ഇഷ്ടം. അതാണ് കാലം മാറി വന്നത്. എന്നിട്ട് പറഞ്ഞു പണ്ട് മോരിനായിരുന്നു വെള്ള കളറ്, ഇപ്പോൾ എന്തിനാണ് വെള്ള കളറെന്ന് വെച്ചപ്പോൾ ഞാൻ മയണൈസ് എന്ന് പറഞ്ഞു. ആകെ അത് മാത്രമായിരുന്നു ഞാൻ കറക്റ്റ് പറഞ്ഞ ആൻസർ. അപ്പം അത് കഴിഞ്ഞ് സാറ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇവരൊക്കെ പോലീസല്ലേ? അപ്പോൾ ഇങ്ങനെ സാറ് പറഞ്ഞ് ഇവിടെ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കുന്നവർ കാണുമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ തീർന്നു. ഞാൻ വീട്ടിൽ പോകണില്ല, എന്നെ ഒരു പോലീസ് പിടിച്ച് വെക്കും എന്ന് ഞാൻ തീരുമാനം. ഞാൻ ഇങ്ങനെ ഫോണിൽ ഗൂഗിളിൽ കയറി നോക്കിയാലോ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കുന്നതിൻ്റെ ശിക്ഷ എന്താണ്. അപ്പം ഞാൻ ജയിലും ഫൈനും ഒക്കെ, വാപ്പ എൻ്റെ ഫൈൻ അടയ്ക്കുന്നതൊക്കെ ഞാൻ വന്ന് സ്വപ്നത്തിൽ കണ്ടു. ഞാൻ എൻ്റെ മനസ്സിൽ വാപ്പ ഫൈൻ അടയ്ക്കുന്നത് വരെ ഞാൻ കണ്ടു. അപ്പം ലേണേഴ്സ് എടുക്കാൻ വന്നെങ്കിൽ എനിക്ക് 2 വീലറിൻ്റെ ലൈസൻസ് പോലും ഇല്ലയെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ. ഞാനവിടെ പേടിച്ച് വരണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നേരെ ചെന്ന് അവരെ കാലിലങ്ങ് വീണാലോ. എൻ്റെ പൊന്നു സാറേ, എനിക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് വേണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മന്ദബുദ്ധിനെ പോലെയൊക്കെ അഭിനയിച്ച് കാലിൽ ചെന്ന് വീണാലോ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ വളരെ നല്ല കുട്ടിയായിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. സൈഡിൽ കൂടി ഞാൻ വളരെ പതുക്കെ എൻ്റെ കാര്യം നോക്കി, ആരെയും ഓവർടേക്ക് ചെയ്യാണ്ട് എന്നെ ഓവർടേക്ക് ചെയ്യുന്നവരെയൊക്കെ ഞാൻ നല്ലപോലെ ടാറ്റയും പുറത്ത് പറഞ്ഞു വിട്ട് വളരെ മാന്യമായ നല്ല കുട്ടിയായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് ട്രാഫിക് സയൻസിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. പിന്നെ വണ്ടി ട്രാഫിക് സിഗ്നലിലൊക്കെ നിൽക്കുമ്പം അത് പച്ച, മഞ്ഞ, ചുവപ്പ് അതൊക്കെ എനിക്കറിയാം. എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഇറങ്ങി വണ്ടിയും കൊണ്ട് ഓടി. അപ്പോൾ ലേണേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ലൈസൻസ് ഉള്ള ഒരാൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിലേ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് ലൈസൻസ് എടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഉടനെ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ എടുക്കണം. അപ്പോൾ ഇനി മറ്റേ 8H ഒക്കെ എടുക്കാൻ പോയി എന്തൊക്കെ ഇനി ആവുന്നോ. ഞാൻ ഏടെ പരിപാടി വെച്ചാൽ ഇത് തന്നെ അവസ്ഥ. നമുക്ക് ലേണേഴ്സ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. എനിക്ക് 2 വീലർ ഓടിക്കാൻ അറിയാം, കാർ ഓടിക്കാൻ അറിയത്തില്ല. ഞാൻ കുറച്ചിങ്ങനെ ഗ്രൗണ്ടിലൊക്കെ ഓടിച്ചൊരു പരിചയമേ ഉള്ളൂ. റോഡിൽ ഇന്നേ വരെ കാർ ഞാൻ ഓടിച്ചിട്ടില്ല. എനിക്ക് കാർ ഓടിക്കണം. എനിക്കറിയാത്തൊരു കാര്യം വേറെ ഒരാൾ ചെയ്യുന്നത് ഇനി അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും എനിക്കത് ഭയങ്കര വലിയ കാര്യമാണ്. ഇപ്പം എന്നെ കാർ ഓടിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ കാർ ഓടിക്കുന്ന എല്ലാവരോടും എനിക്ക് ഭയങ്കര അത്ഭുതവുമാണ്. ഞാൻ അവരോടൊക്കെ ചെന്ന് പറയും, സൂപ്പർ, നിങ്ങൾ ഓടിക്കുന്നല്ലോ, അടിപൊളിയാണെന്നൊക്കെ ഞാൻ പറയും. പക്ഷെ ഞാൻ ഓടിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അറിയാം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ സ്കൂട്ടി ഇതുപോലെ ഞാൻ ഓടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ഇതാണ്. പക്ഷെ ഓടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിസ്സാരം. അതുപോലെ കാറും നിസ്സാരമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാറ് വളരെ നല്ല രീതിയിൽ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതൊരു ഡോക്യുമെന്റേഷൻ പോലെ എൻ്റെ കാർ ഡ്രൈവിംഗ് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ജേർണി ഒരു ഡോക്യുമെന്റേഷൻ പോലെ വീഡിയോ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാ ഇത് എത്ര കാലം പിടിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. ഞാൻ ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ വീഡിയോ പുറത്തിറക്കുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ശത്രുക്കളൊക്കെ വരാൻ തുടങ്ങി ഗൈസ്. അവരൊക്കെ എന്നെ ഒറ്റിയാലോ. അതുകൊണ്ട് ഞാൻ ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ ഈ വീഡിയോ പുറത്തിറക്കത്തുള്ളൂ.
ഓക്കെ ഗൈസ്, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ ലേണേഴ്സിൻ്റെ ജേണി. അപ്പം ഞാൻ മറ്റന്നാൾ തൊട്ട് ഞാൻ കാർ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാൻ തുടങ്ങുകയാണ് ഗൈസ്. കാർ ഓടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിനൊക്കെ പോകുന്ന കുറേ എന്തെങ്കിലുമൊക്കെ എൻ്റെ ആ ഒരു ജേണി ഉണ്ടല്ലോ, പതുക്കെ പഠിച്ച് ഞാൻ ആ ഒരു നല്ല രീതിയിൽ ഓടിക്കാനാകുന്ന വരെയുള്ള എൻ്റെ ആ ഒരു ജേണി എനിക്ക് ക്യാപ്ചർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ. സോ നമുക്കിനി അടുത്തത് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുമ്പോൾ കാണാം. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ദിവസത്തെ ഡ്രൈവിംഗ് ക്ലാസ്സിന് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡ്രൈവിംഗ് സാർ. ഹായ്, സന്തോഷ് സാർ. സാറിൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേര് പറയൂ. ആദിൽ ഡ്രൈവിംഗ് സ്കൂൾ. ഓക്കെ, ആറ്റിങ്ങിലുള്ളവരൊക്കെ ഇവിടെ വന്ന് ഡ്രൈവിംഗ് പഠിക്കണോ വേണ്ടത് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അറിയിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇത്തായെയും എൻ്റെ കാലിദിനെയും ഡ്രൈവിംഗ് പഠിപ്പിച്ചത് സാറാണ്. സാർ അവരെത്ര ബുദ്ധിയൊന്നും എനിക്കില്ല. ഓക്കെ, അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ കിളി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ സാർ നമ്മൾ ആദ്യം എന്താണ് പഠിക്കാൻ പോകുന്നത്? ആദ്യമേ നമ്മളിവിടെ തുടങ്ങുന്നതിന് ഫസ്റ്റ് തന്നെ സ്റ്റിയറിംഗിൽ തൊട്ട് നമ്മൾ തുടങ്ങുന്നു. ഒരു ഗ്രൗണ്ടിലാണ് ആദ്യമേ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ആദ്യമേ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തന്ന് അതിനുശേഷം നമ്മൾ റോഡിലോട്ട് ഇറങ്ങുള്ളൂ. ഓക്കെ സാർ, അപ്പോൾ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ അറിയിക്കുന്നതായിരിക്കാം. ഓക്കെ, ബൈ ഗൈസ്. ദിവസം തന്നെ നമ്മൾ റോഡിലൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ആരും ഉണ്ടല്ലേ എനിക്കിതിനെ പറ്റി? വണ്ടി ഓണാക്കണം. ഇത് കളിച്ചാ ഹാൻഡ് ബ്രേക്ക്. ആട്ടോ വരുന്നുണ്ട്, എടുക്കാം. അങ്ങനെ വരുന്നു സാർ. സാർ എന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ വണ്ടി അടിക്കും. അല്ലെങ്കിൽ അമ്മ വരുന്നു. അമ്മ പുറത്തുകൂടിയാണ് നടക്കുന്നെങ്കിൽ ഒരു ഹോം കൊടുത്ത് അവരെ പുറത്താക്കണം. ഞാൻ ആദ്യത്തെ ഹമ്പ് കയറാൻ പോവാണ്. ഞാൻ വണ്ടിയും കൊണ്ട് ഇനി ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാരെ ചീത്തവിളിയുടെ പൂരത്തെറിയായിരിക്കും അല്ലേ എനിക്ക്. അത് ഞാൻ എങ്ങനെ നേരിടണമെന്നൊരു കുറച്ച് കോൺഫിഡൻസ് തരും. വാചാലം നിന്മൗനവും പിന്മൗനവും. വലിയ ഇറക്കം. വളവ് വന്നത് ഭയങ്കരമായിട്ട് വളക്കണ്ടല്ലേ? വണ്ടി വരുന്ന ചേച്ചി എടുത്തൊക്കെ മാറാൻ പറ. ചേച്ചി ജീവൻ വേണമെങ്കിൽ മാറിക്കോ. എന്റെ ഉമ്മ എന്നോട് കാത്തിരിപ്പുണ്ട് സാർ. ഞാൻ വണ്ടി ഓടിച്ചു തുടങ്ങിയാൽ ലുലുല് മാത്രമേ പോകുള്ളൂ. ലുലുമ്പോ നേരെ അങ്ങ് പോയപ്പോ ബ്രേക്കില് പറഞ്ഞ ഇത്ര പഠിച്ച മതി, എനിക്ക് വീട്ടിൽ പോകണം. Let them go. റോഡിലാണോ വണ്ടി പാർക്ക് ചെയ്യുന്നത്? രണ്ട് കൊടുസാ കല്ലിച്ച ഇവരടുത്തൊക്കെ പറഞ്ഞ ആദ്യമായിട്ടാണ് ഓടിക്കുന്നതെന്ന്. ചേട്ടാ പതുക്കെ പോ ചേട്ടാ. മാമ റോഡിൽ നിന്ന് മാറി നട മാമ. ഞാൻ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന ശീലമില്ലാത്തോണ്ടാ. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഓൾറെഡി കുറേ ഓടിച്ചു സാർ. നമ്മൾ ഇന്ന് ഹൈ റേഞ്ചിലൊക്കെയാണ് നമ്മൾ പോയി നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് ഞാൻ പാർക്ക് ചെയ്ത് റിവേഴ്സൊക്കെ ഇട്ട് പാർക്കൊക്കെ ചെയ്ത് നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടി എടുക്കല്ലേ? ആദ്യം ബ്രേക്ക് ചവിട്ടി വണ്ടി തോളിന് ലെവലാ? പുലി കയറി ഞാൻ ഓ പുലി കയറി. അപ്പൊ കുറച്ചുകൂടി ആ ബസ്സിനോട് പോകാൻ പറയൂ. ബസ്സാരൻ ചീത്ത വിളിക്കായിരിക്കും അല്ലേ? ചീത്ത വിളിക്കൂലേ? അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് ഗൈസ്. കാര്യം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ റോഡ്. നമുക്കും പിന്നെ പഠിക്കണ്ടേ? ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കുന്നത്. വണ്ടി സ്പീഡിന് ഓടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പരിവാഹനിൽ നിന്ന് സൈറ്റിൽ കയറി നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാം വണ്ടിയുടെ നമ്പരൊക്കെ വെച്ചിട്ട്. ഓക്കെ ഗൈസ്, സെറ്റല്ലേ? അപ്പോൾ ക്ലച്ച് ചവിട്ടി
ന്യൂട്രൽ വന്നാലേ സൈഡ് നോക്കാതെ ഇൻഡിക്കേറ്റർ നിന്റെ വണ്ടിയിൽ ഇൻഡിക്കേറ്റർ വെച്ചിരിക്കുന്നേ ഓ അവൻ കേട്ടോ നോക്കാം ഡ്രൈവിംഗ് മൂക്ക് ചൊറി തല ചൊറി ചെവി ചൊറിയല്. പിന്നെ വേറെ ഒരു പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് വഴക്ക് പറഞ്ഞു തുടങ്ങി. സാറ് വഴക്ക് പറഞ്ഞു തുടങ്ങി ഗൈസ്. സാറ് നല്ല രീതിയിൽ വഴക്ക് പറയാൻ തുടങ്ങി, ചീത്ത പറയാൻ തുടങ്ങി. പഠിക്കുന്ന സമയത്ത് യാതൊരു സാറും കുട്ടിയൊന്നും ഒരു പരിചയവും കാണിക്കാറില്ല. ഒരു പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. ഓക്കെ. ഹലോ ഗൈസ്, ഇന്ന് 10ാമത് ദിവസമാണ്. 10ാമത് ദിവസം. ഇന്ന് ഞാൻ വരാൻ കുറച്ച് ലേറ്റായി പോയി ഗൈസ്. ഞാൻ ഉറക്കം എഴുന്നേറ്റപ്പോൾ താമസിച്ചു. വണ്ടി ഓഫ് എങ്ങനെ ഇൻഡിക്കേറ്റർ ഇടുന്നത്? പെട്ടെന്ന് അങ്ങ് പാനിക്കാവും സാർ. ഇപ്പൊ പോവല്ലേ? അവരിപ്പോ എനിക്ക് ഓട്ടോമാറ്റിക്കലി എന്റെ ക്ലച്ചിൽ എന്റെ കാലൊക്കെ ഞാൻ എടുക്കുന്നു സാർ, ഞാൻ ചിന്തിക്കുന്നതിന് മുന്നേ. ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണം അതെല്ലാം ആലോചിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടല്ലേ ഓർക്കുകയാണെങ്കിലേ ഒരു ടെൻഷനും ഇല്ല. എന്തൊക്കെ ചെയ്യണം, ഒരു ഹമ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വണ്ടി കയറി വരുമ്പോൾ ഏതൊക്കെ ഗിയറാണ്, ആ സ്പീഡ് ലിമിറ്റ് മനസ്സിലാക്കണം. സാർ എനിക്ക് പേടിയില്ല സാർ. പേടിയില്ലെന്നല്ല, നിനക്ക് പേടിയുണ്ട്. എന്തിനാണ് അവിടെ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഇടിക്കുകയോ അങ്ങനത്തെ വണ്ടി കയറിയിരുന്ന് ഓടിക്കാൻ ടെൻഷനൊന്നുമില്ല. എനിക്ക് ഇഷ്ടമാണ് ഭയങ്കരമായിട്ട്. ഞാൻ ഭയങ്കര അയ്യോ ഇന്ന് വണ്ടി ഓടിക്കാന്നൊക്കെ പറഞ്ഞാണ് ഞാൻ വരുന്നത്. അങ്ങനെ വന്നിട്ട് കാര്യമില്ലല്ലോ, ഇന്നും വന്നിട്ട് കേട്ടിട്ടല്ലേ പോണം. ഇന്ന് നല്ല ചീത്ത കേട്ട് ഗൈസ്. ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാഞ്ഞത്. എനിക്ക് തൊലിക്കട്ടി ഉള്ളതുകൊണ്ട് സ്ഥലത്ത് പറഞ്ഞാൽ ഞാൻ ചിരിച്ചോണ്ട്. ഇതൊക്കെ നമ്മൾ സ്വയം പഠിക്കണം. ഈ സൈഡ് വേണോ ഈ സൈഡ് വേണോ? എനിക്ക് പ്രത്യേകിച്ച് സൈഡൊന്നുമില്ല. മുടങ്ങിയില്ല അവിടെ. ഇപ്പോൾ 3 മാറാറായി. ഓക്കെ. എന്നാ സാർ ഓട്ടോ പോട്ടെ. ഞാൻ അവിടെ അവര് ഡേഞ്ചറാണത്, ഇടിച്ച് മറിയുന്നത്. സൈഡ് കൊടുക്കണം. നിന്റെ കാര്യം നോക്കിയിട്ട് നീ സൈഡ് കൊടുക്കുക. പക്ഷേ സാർ ഞാൻ ഇവിടെ ഡ്രൈവിങ്ങിന് വരുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നൊക്കെ ഞാൻ ഓർക്കുന്നത്. ഞാൻ വീട്ടിൽ പോയി ഹോംവർക്ക് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ അത് പഠിക്കണം. മനസ്സിൽ എന്തൊക്കെ ചെയ്തു ആ വണ്ടി വന്നപ്പോൾ നമ്മളെ ഇപ്പൊ നമ്മുടെ ഈ ഓട്ടിപ്പ് വെച്ചിട്ട് എങ്ങനെ തോന്നുന്നു? എനിക്കൊന്നും തോന്നുന്നു. ആദ്യത്തെ കുട്ടിയാണ് എന്റെ ഓട്ടിപ്പ് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നുണ്ട്? ഞാൻ എൻ്റെ ഏരിയ എത്തി. കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ.
വണ്ടി ഓടിച്ച് പഠിച്ചു. ഈ റോഡിൽ കൂടെ പോകണം കേട്ടോ. ഇങ്ങോട്ട് കാലം കൂടെ പോവാനാ? അല്ല, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇറങ്ങി പോകണം. അവിടെ നിർത്തിയിട്ട് ഫസ്റ്റ്